പ്രിയമുള്ളവരെ, യാദൃച്ഛികമായിട്ട് ആരംഭിച്ച ഈ തത്വമസി ആത്മവിദ്യാവേദിയിൽ ഇന്നത്തെ പ്രഭാഷണത്തോടുകൂടി ഏതാണ്ട് 120 അല്ലേ 120ാമത്തെ പ്രഭാഷണം നടക്കുകയാണ്. അദ്വൈതാനുഭൂതിയുടെ അവസാനത്തെ മന്ത്രം, ശ്ലോകം, 84ാമത്തെ ശ്ലോകം. 84 ശ്ലോകങ്ങളാണ് ഉള്ളത് ശങ്കരാചാര്യസ്വാമികളുടെ. അതിനു മുൻപ് നമ്മൾ രാമകൃഷ്ണാശ്രമത്തിൽ വെച്ച് അപരോക്ഷാനുഭൂതി പൂർണ്ണമായിട്ടും എടുത്തിട്ടുണ്ട്. ഇവിടെ അദ്വൈതാനുഭൂതി. അടുത്ത ആഴ്ച മുതൽ ഋഭുഗീതയിലെ ജീവൻ മുക്തി പ്രകരണം, അദ്വൈതാനുഭൂതിയിലൂടെയും അപരോക്ഷാനുഭൂതിയിലൂടെയും എന്താണോ നമുക്കറിയേണ്ടതായിട്ടുള്ളത് ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതെത്രമാത്രം നിങ്ങളിൽ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവരവരുടെ ഗുണനിലവാരമനുസരിച്ച്. പക്ഷേ എല്ലാവർക്കും വളരെ നിസ്സാരമായിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. എത്ര മൂഢനായാൽ പോലും ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, ഇത്രയേ ഉള്ളൂ. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിൽ ഏതൊന്നില്ലെങ്കിൽ ഈ ഞാനിന് നിലനിൽപ്പില്ലയോ അതാണ് തന്നിലെ താൻ, യഥാർത്ഥത്തിലുള്ള ഞാൻ. ആ ഞാൻ എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ സത്യവസ്തുവാണ്. അതാണ് ഏകമായ ഈശ്വരൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തരാത്മാവായിട്ട് വർത്തിക്കുന്ന ആ ആത്മചൈതന്യം. അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് ബോധിച്ച് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന സമയത്ത് ആ അറിവിൽ ഉറപ്പ് നേടുക. അല്ലാതെ ഞാൻ ദുർഗാനന്ദ സരസ്വതിയാണ് എന്ന് ഭാവിച്ചുകൊണ്ടിരുന്നാൽ ആ നിലയ്ക്കാണ് മരിച്ചു പോകുന്നത് എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഞാൻ ദുർഗാനന്ദ സരസ്വതിയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം എന്നിൽ കൂടിയും കടന്നു പോകുന്നു. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പുവരുത്തുന്നത്, ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അതാർക്കുമാകാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വലുതെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ, ജാതി മത പരിഗണനകൾ കൂടാതെ, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും അറബി ആയാലും ആരായാലും എല്ലാവർക്കും ഇനി ജന്മമില്ലാത്ത നില നേടുന്നതിനുള്ള ഒരേ ഒരു മാർഗം. വേറെ എവിടെയായിരിക്കുന്ന മാർഗം? വേറെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗം അതൊക്കെ നശ്വരങ്ങളാണ്. അനശ്വരമായ വസ്തുവാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. മരിച്ചു പോകുന്നതിന് മുൻപ്, ശരീരം വിടുന്നതിന് മുൻപ് ഏതൊരാളാണോ ഞാൻ, ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെയും സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ നിരന്തര ശ്രദ്ധ നേടുന്നത്, ഉറപ്പ് നേടുന്നത്, അവൻ മാത്രമേ നേടുകയുള്ളൂ. അതിൽ ഉറപ്പ് നേടിയാൽ എന്താ ഫലം? ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുന്ന സമയത്ത് ഈ ശരീരം
ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും, മരണം. പക്ഷേ അതിനു മുൻപ് ഈ അറിവിൽ ആരാണോ ഉറപ്പ് നേടി സ്ഥിരത ആർജിക്കുന്നത് അവന് പുനർജന്മമില്ല. ദാറ്റ് ഈസ് മോക്ഷം. അതെവിടെയെങ്കിലും പോയാൽ, അമ്പലത്തിൽ പോയാൽ കിട്ടുകയില്ല, കാശി പോയാൽ കിട്ടുകയില്ല, കൈലാസത്തിൽ പോയാൽ കിട്ടുകയില്ല. ഈ അറിവ് ആരാണോ ശ്രദ്ധാപൂർവം ഗ്രഹിച്ച് നിരന്തര വിചാരത്തിലൂടെ അതിൽ ഉറപ്പ് നേടി സ്ഥിരതയാർജിക്കുന്നത്, അവനാണ് അടുത്ത ശരീരത്തിലേക്കുള്ള പ്രയാണം ഇല്ല. ഇനി ജനനമില്ല. ജനനമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഏതൊരു വസ്തുവിലാണോ അവൻ ഉറപ്പ് നേടിയത് ആ വസ്തു മരണമില്ലാത്ത വസ്തുവാണ്. അമരസ്വരൂപം, അമൃതസ്വരൂപം, ആത്മചൈതന്യം. അതിനെയാണ് നമ്മൾ ഓരോരുത്തരും കാണാതെ കാണേണ്ടത്. ലൈറ്റ് കത്തുമ്പോൾ ഏതു പ്രകാരമാണോ അതിനാധാരമായിരിക്കുന്ന വൈദ്യുതിയെ അറിയുന്നത്, ആ അറിയലാണ് കാണൽ. വൈദ്യുതിയെ എങ്ങനെയാണ് കാണുന്നത്? ആ അറിയലാണ് കാണൽ. ആ ട്യൂബ് കത്തുന്നത് അതിനകത്തുകൂടി വൈദ്യുതി പ്രവഹിക്കുന്നത് കൊണ്ടാണ്. ആ വൈദ്യുതിയെ നമുക്ക് കാണാനൊക്കില്ല, പക്ഷേ വൈദ്യുതി ഉണ്ട്. അതിനെ ആരാണോ കാണാതെ കാണുന്നത്, അതാണ് യ പശ്യതി സപശ്യതി. അങ്ങനെ ആരാണോ കാണുന്നത് അവൻ മാത്രമേ കാണുന്നുള്ളൂ, അറിയുന്നുള്ളൂ. ആ അറിയലാണ് കാണൽ. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപത്തെ ആരാണോ കാണാതെ കാണുന്നത്, തൻ്റെയും അവൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വരമായ വസ്തുവിനെ ആരാണോ കാണാതെ കാണുന്നത്, നിങ്ങൾ കാണാതെ കാണണം. ഐ എം ദാറ്റ്. സ്വയം പ്രഖ്യാപിക്കണം. യു ഹാവ് ടു ഡിക്ലെയർ യുവർ സെൽഫ്. ഐ എം നോട്ട് ദിസ്, ഐ എം ദാറ്റ്. അതാണ് ഞാൻ, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് സാമവേദം, ഛാന്തോഗ്യോപനിഷത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് മഹാവാക്യരൂപത്തിൽ തത് ത്വമസി. അതാണ് നീ. അതങ്ങോട്ട് ഗ്രഹിച്ച് നിങ്ങൾക്ക് ഐ എം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം, ആ അത് ഞാനാകുന്നു, അതാകുന്നു ബ്രഹ്മം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മാ. ആത്മാവ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. അതാണ് അവസാനമായപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗുണവൃത്തിത്രയം ഭാതി പരസ്പര വിലക്ഷണം സത്യാത്മലക്ഷണേ യസ്മിൻ സ ഏവാഹം നിരംശകഃ. അംശരൂപത്തിൽ ഇല്ലാത്ത പൂർണ്ണരൂപത്തിൽ ഉള്ളതായിട്ടുള്ള ആ ഏകവസ്തു, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നിൽ കൂടിയും എന്നിലിരിക്കുമ്പോൾ അത് അംശം, എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ അത് പൂർണ്ണം. ആ പൂർണ്ണം തന്നെയാണ് അംശമായിരിക്കുന്നത്. അംശത്തിനും പൂർണ്ണത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ വസ്തു പൂർണ്ണം മാത്രമാണ്. അതാണ് നമ്മൾ ഗുണത്രയ വൃത്തിത്രയം എന്ന മന്ത്രത്തിലൂടെ വിചാരം ചെയ്തത്. അതുപോലെ ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്. ഏതൊരു ബ്രഹ്മത്തിലാണോ ഈ ദേഹത്രയം, ഏതൊരു ബ്രഹ്മത്തിൽ
ഏതൊരു ചൈതന്യ സ്വരൂപമാണോ സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, അതിലാണ് ഈ ദേഹത്രയം. ഏതാ ദേഹത്രയം? സ്ഥൂലദേഹം, സൂക്ഷ്മ ദേഹം, കാരണദേഹം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത്, അത് ഏതിലാണ്? നിങ്ങളുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സത്യവസ്തുവിൽ, ആ പരമാത്മസ്വരൂപത്തിൽ, ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ. അതിനെയാണ് അറിയേണ്ടത്. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സത്യവസ്തു. അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് അതിനെ ആത്മചൈതന്യം, ജീവാത്മാവ് എന്ന് പറയുന്നു. ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്നത് കൊണ്ട് അതിനെ ആത്മചൈതന്യം എന്ന് പറയുന്നു. അതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ. എന്താ പഞ്ചകോശം? അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഈ കോശങ്ങൾക്കെല്ലാം അന്യമായിരിക്കുന്ന ആ ചൈതന്യം, അവസ്ഥാത്രയത്തിന് അന്യം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഇപ്പോൾ നിങ്ങൾ ജാഗ്രത അവസ്ഥയിലിരിക്കുന്നു. രാത്രിയാകുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നു സൂക്ഷ്മ ശരീരത്തിൽ. ഗാഠനിദ്രയിലാകുമ്പോൾ കാരണശരീരത്തിൽ. അല്ലേ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, 3 ശരീരങ്ങൾക്കും അപ്പുറം തുരീയാവസ്ഥ. ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഓരോരുത്തരും ബോധിച്ച് സദാസമയവും ആ ഭാവം നിലനിൽക്കുന്നതിന് വേണ്ടി ആ ശിവം, ആ മംഗളസ്വരൂപം, അതില്ലെങ്കിൽ ശവം. നിങ്ങളെപ്പോഴാണ് ചത്തുപോകുന്നത്? ആ ശിവം, ആ മംഗളസ്വരൂപം ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ശവം. ആ ശിവം ഇരിക്കുന്നത് കൊണ്ടാണ് ചൈതന്യ സ്വരൂപികളായിട്ട് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ശിവോഹം 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 എന്ന മന്ത്രം നിങ്ങൾക്കുരുവിടാം. അത് ഈ പാമ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെയല്ല ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. ഏത് പാർട്ടിക്കാർക്കും ഏത് മതക്കാർക്കും ആ മന്ത്രം ചൊല്ലാവുന്നതാണ്. ശിവം, മംഗളസ്വരൂപം. നീ മുസൽമാനായാലും ശരി, നീ ക്രിസ്ത്യാനി ആയാലും ശരി, നീ ജാതിയിൽ കുറഞ്ഞവനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, പണക്കാരനായാലും ശരി, അറേബ്യക്കാരനായാലും ശരി, ആ ശിവം, മംഗളസ്വരൂപം അതിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നീ ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുന്നത്. അത് പിരിഞ്ഞാൽ ശവം. അതിരിക്കുന്ന അവസരത്തിൽ അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് താൻ എന്ന് സ്വയം ബോധിച്ച്, ആരെങ്കിലും പറഞ്ഞല്ല നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, സ്വയം ബോധിച്ച് തിരിച്ചറിയണം. അതാണ് നമ്മൾ ഈ 120 പ്രഭാഷണങ്ങളിലൂടെയും പറഞ്ഞിട്ടുള്ളത്. ഈ ഒറ്റ കാര്യം മാത്രം. അത് ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അടുത്ത 4-ാം തീയതി മുതൽ ഋഭുഗീത, ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ വെച്ച് ഋഭുമുനിക്ക് ഉപദേശിച്ച ഉപദേശങ്ങൾ, അത് ഈ അറിവിനെ കുറേ കൂടെ അങ്ങോട്ട് ബോധിപ്പിക്കുന്നത്, കോൺസെൻട്രേറ്റഡ് ആക്കുന്നത്. ആ ബോധിച്ച നിലയിൽ നിൽക്കുന്ന ആളിൻ്റെ വർത്തമാനം, പറച്ചിൽ, അതാണ് ഋഭുഗീത. അത് ആധ്യാത്മികതയിലെ ഏറ്റവും ഉന്നതമായ നിലയിലിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് നമ്മൾ അടുത്ത ആഴ്ച മുതൽ വിചാരം ചെയ്യും. അപ്പോൾ ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യേകാത്മനി സത്യവത്, അതും നമ്മൾ എടുത്തു കഴിഞ്ഞു. ജാഗ്രതാദിത്രയം, 3 അവസ്ഥകൾ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ 3 അവസ്ഥകളും ഏതൊന്നിലാണോ ഉള്ളതുപോലെ ഓരോരുത്തരിലും എന്നും
ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതൊന്നിലാണ് ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ ആ മംഗളസ്വരൂപത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സദാസമയവും ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള മന്ത്രമാണ് ശിവോഹം. ശിവം, ആ മംഗളസ്വരൂപം. അതില്ലെങ്കിൽ അമംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം, ഇരിക്കുമ്പോൾ ശിവം. അതാണ് ശിവോഹം, ശിവോഹം, ശിവോഹം. ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യഗാത്മനി സത്യവത് സ ഏവാഹം പരബ്രഹ്മ ജാഗ്രതാദി വിലക്ഷണ. ഏതൊന്നിലാണോ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളൊക്കെ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് അന്യമായിട്ടുള്ളതാണ്, വിലക്ഷണമായിട്ടുള്ളതാണ്. അതല്ല, അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നു. അത് എൻ്റെയും നിങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യസ്വരൂപം. നേരത്തെ പറഞ്ഞ മന്ത്രം പൈങ്കലോപനിഷത്തിലുള്ളതാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂർച്ഛാവസ്ഥാനാം അന്യ ആ ബ്രഹ്മസ്തംഭ പര്യന്തം അത് മരണാവസ്ഥ. ശങ്കരാചാര്യസ്വാമികളുടെ തത്വബോധത്തിലുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ആ ആത്മാവിനെ കുറിച്ചുള്ളത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥാനാം അന്യ ആ ബ്രഹ്മസ്തംഭ പര്യന്തമല്ലല്ലോ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യ തിഷ്ഠതി സ ആത്മാ. ഏതൊന്നിനെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് കേട്ടപ്പം സാറേ മനസ്സിലായി, സ്വാമി മനസ്സിലായി, പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. അതാണ് ഈ മന്ത്രം പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അന്യമായിട്ടുള്ള, പഞ്ചകോശങ്ങൾക്ക് അതീതമായിട്ടുള്ള, പഞ്ചകോശാതീത സൻ. എന്താ പഞ്ചകോശം? പറഞ്ഞു. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ആ കോശങ്ങൾക്കെല്ലാം ഉള്ളിലായിട്ടിരിക്കുന്ന ആ ചൈതന്യം അവസ്ഥാത്രയ സാക്ഷി. അവസ്ഥാത്രയം എന്താണ്? ജാഗ്രത അവസ്ഥ, അതിനും സാക്ഷി കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം കോപ്രായങ്ങളാണ് ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്നത് ജാഗ്രത അവസ്ഥയിൽ. എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു. അതെല്ലാം ആ തീരുമാനങ്ങൾക്ക് ഒരു വിലയുമില്ലാതെ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല, ഇന്ന് മുതൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല. എൻ്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ ഭയങ്കര വലിയനായിരുന്നു. തീരുമാനമെടുത്താണ് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ച് പൊട്ടിച്ച് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി വെച്ചിട്ട് അപ്പം തീരുമാനമെടുക്കുന്നു, ഇനി മേൽ സിഗരറ്റ് വലി എന്നുള്ളതേ ഇല്ല. ആ ഒന്ന് കൊളുത്തി വലിക്കാൻ തുടങ്ങിയ തന്നെ അതിനെയും പൊട്ടിച്ച് ബാക്കി ആ സിഗരറ്റ് പാക്കറ്റിനകത്തിരുന്നത് മുഴുവനും ചുരുട്ടി കൂട്ടി വലിച്ച് ദൂരെ എറിഞ്ഞു. ദൂരെ എറിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം അടുത്ത കടയിൽ കയറി അടുത്ത പാക്കറ്റ് വാങ്ങിക്കുന്നു. മനുഷ്യൻ്റെ അവസ്ഥയാണ്, ഞാൻ നേരിട്ടിട്ടുള്ള അവസ്ഥയാണ്, എനിക്കുണ്ടായിട്ടുള്ള അവസ്ഥയാണ്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥയാണ്. അതാണ് അതിനെല്ലാം സാക്ഷി അവസ്ഥാത്രയ സാക്ഷി. ഇവ ഇന്നലെയും വലിച്ചു കയറി ദൂരെ കളഞ്ഞു, ഇതാ ഇന്ന് വീണ്ടും വാങ്ങിക്കുന്നു. ഇങ്ങനെ എത്ര പ്രാവശ്യം ശ്രമിക്കണം, എത്രയോ പ്രാവശ്യം ശ്രമിച്ചാലും നടപ്പിലാകണമെങ്കിൽ സാധിക്കുന്നതുവരെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം വിജയിക്കണമെങ്കിൽ. ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യഗാത്മനി, പ്രത്യഗാത്മാവ് എന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്. ഏതൊരന്തരാത്മാവിലാണോ ഈ അവസ്ഥാത്രയം ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ ഏവാഹം, അതാണ് ഞാൻ.
അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ താൻ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ശരീരാഭിമാനി, അതല്ല നിങ്ങൾ. പക്ഷേ നിങ്ങളെല്ലാവരും ഈ ശരീരമാണ് ഞാൻ എന്നാണ് ധരിച്ചു വച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിനി ജന്മമില്ലാത്ത മോക്ഷ നില ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ഒരിക്കലും മരിക്കാത്ത ആ സച്ചിദാനന്ദ സ്വരൂപം ഏതൊന്നിലാണോ ഈ ജനിമൃതികളെല്ലാം ഉണ്ടായി നിലനിന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ പ്രാവശ്യം നമ്മൾ ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കയറി ഇറങ്ങിയിരിക്കുന്നു. പട്ടിയായിട്ടും പൂച്ചയായിട്ടും മാക്രിയായിട്ടും എലിയായിട്ടും ഒക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. എല്ലാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ആണ് ഓരോ ശരീരങ്ങളിൽ കൂടിയും നാം ജനിച്ചും മരിച്ചും. അതാണ് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭി ജനനി ജഡരേ ശയനം എന്ന മട്ടിൽ ഈ സഞ്ചാരം, സംസാരഗതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വിരാമമിടണമെന്നുണ്ടെങ്കിൽ, ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ, മരിക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ജനിക്കാതിരിക്കണമെങ്കിൽ ജനിമൃതികളില്ലാത്ത തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിക്കുന്നത്, ദാറ്റ് ഈസ് യോഗ. യോഗാ ദിനം ലോകം മുഴുവനും ആചരിക്കുന്നു. ഇതാണോ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ചെയ്യുന്നത്? കുറേ അഭ്യാസങ്ങൾ കാണിക്കുന്നു. യഥാർത്ഥത്തിലുള്ള യോഗ ഇതാണ്. തൻ്റെ ഉള്ളിലിരിക്കുന്ന മരണമില്ലാത്ത അമൃതസ്വരൂപമാകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് താനെന്ന് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മളിവിടെ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായ സത്സംഗം. എത്ര പേർ കേട്ടു, എത്ര പേർ ഉൾക്കൊണ്ടു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ അപ്പന കാര്യം. നിങ്ങൾക്ക് ഇത് ശരിക്കും ബോധ്യമാകുന്നുണ്ടെങ്കിൽ, സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇതൊന്നും സ്ത്രീകൾക്ക് പറ്റില്ല എന്നൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ വരെ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനെല്ലാം നിഷേധിക്കുകയാണ്. അങ്ങനെ സ്ത്രീകളെ ഒന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പുരുഷനെ സ്വീകരിക്കാമെങ്കിൽ സ്ത്രീക്കും സ്വീകരിക്കാം, ഒരു പ്രശ്നവുമില്ല. പുരുഷന് ഈ അറിവിലൂടെ മോക്ഷം നേടാൻ സാധിക്കുമെങ്കിൽ അതുപോലെ സ്ത്രീക്കും സാധിക്കും. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം, ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് ഒരു പുരുഷൻ ഏതു പ്രകാരമാണോ തീരുമാനിച്ച് ഉറപ്പിച്ച് അതിൽ ബലം നേടുന്നത്, അതേപോലെ സ്ത്രീക്കുമാകാം, ഒരു സംശയവുമില്ല. പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് ഒന്നും ദീക്ഷ കൊടുക്കില്ല എന്ന് പറഞ്ഞത്? അതിനൊക്കെ കാരണമുണ്ട്. കുടുംബം ഛിദ്രമാക്കണ്ട, കുടുംബം നിലനിർത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ആണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടെ അങ്ങ് പോയാൽ ലോകം ഇല്ലാതായിത്തീരും. അതുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആണ് അത് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരെ മാറ്റി നിർത്തേണ്ടതല്ല. എല്ലാവർക്കും ഇത് കേട്ടാലും, എല്ലാ പുരുഷന്മാരും ഇത് കേട്ട ഉടനെ മോക്ഷത്തിലേക്ക് നടന്നു പോകുന്നുണ്ടോ? എല്ലാ പുരുഷന്മാർക്കും മോക്ഷം നേടാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ? സ്വാമിമാരൊക്കെ ഇങ്ങനെ പറയും. ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ അങ്ങ് പോകും. ഏതൊരാളാണോ കേട്ട് സ്വാംശീകരിച്ച് അതിനെ ഉൾക്കൊണ്ട് താൻ അതാണെന്ന് ബോധിച്ച് സ്വയം ഡിക്ലെയർ ചെയ്യുന്നത്, ഐ ആം ദാറ്റ്, നോട്ട് ദിസ്. ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. ഈ ദുർഗാനന്ദ സരസ്വതിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ ഉള്ളതായിട്ടുള്ളത്, അതെന്നിൽ മാത്രമല്ല,
സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, പരമാത്മചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ചില്ലെങ്കിൽ അവനും മുക്തിയില്ല. ഏതൊരു സ്ത്രീയാണോ ഇത് ഉൾക്കൊണ്ട് ബോധിച്ച് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ചു നിർത്തുന്നത്, അവർക്ക് മോക്ഷം ഉറപ്പ്. മരണപര്യന്തം ആ ഭാവം നിലനിൽക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്തും ആ ഭാവം ഉണ്ടായിരിക്കണമെങ്കിൽ സദാസമയവും ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിനാണ് ആ മന്ത്രം ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം. സോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹ, അത്, അല്ലെങ്കിൽ അവൻ. അഹം, അതാണ് ഞാൻ, അവനാണ് ഞാൻ. ഏതൊരു ചൈതന്യ സ്വരൂപനാണോ എൻ്റെ ഉള്ളിലുള്ളത് അതാണ് ഞാൻ, അതാണ് സോഹം. അല്ലെങ്കിൽ ശിവോഹം, ശിവം, മംഗളസ്വരൂപം, അതാണ് ഞാൻ. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ നിരന്തര വിചാരത്തിലൂടെ ആ ഭാവം നമ്മിൽ അജപാമന്ത്രം ജപിക്കാതിരിക്കുമ്പോൾ പോലും നിരന്തര പ്രക്രിയയിലൂടെ ആ ജപം അജപാമന്ത്രമായിത്തീരും. ജപിക്കാതിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും, ജപം തുടർന്നുകൊണ്ടിരിക്കും. മരണസമയത്ത് ആരിലാണോ ആ ഭാവമുള്ളത് അവന് പുനർജന്മമില്ല. ദാറ്റ് ഈസ് മോക്ഷം. മോക്ഷം വെറുതെ കിട്ടുന്നതല്ല, എന്നാൽ വളരെ നിസ്സാരമായിട്ട് കിട്ടുന്നതാണ്. ഇതിന് ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, ഉദ്യോഗം കളയണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാവം നിരന്തരമായിട്ട് നിങ്ങളിൽ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കണം. എങ്കിലേ അത് ഫലവത്തായിത്തീരുകയുള്ളൂ, ബലവത്തായിത്തീരുകയുള്ളൂ. എങ്കിലേ അതിൽ ഉറപ്പ് കിട്ടുകയുള്ളൂ. മരണസമയത്ത് ഇതെല്ലാം നിങ്ങൾ കാണുന്ന എല്ലാം വിട്ടുപോകേണ്ടി വരും. നിങ്ങൾ കാണുന്ന ഈ ഐശ്വര്യങ്ങൾ, പ്രതാപങ്ങൾ, ബന്ധുക്കൾ, കുട്ടികൾ ഒന്നും കാണുകയില്ല. അവസാനമാകുമ്പോൾ ഏതെങ്കിലും മൂലയിൽ കിടക്കേണ്ടി വരും. എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, കാരണം പ്രായമേറി കഴിയുമ്പോൾ ആർക്കും വേണ്ടാതാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ അറിവിൽ ഉറപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യ സ്വരൂപത്തെ കണ്ട് ആഹാ ശിവോഹം ശിവോഹം ശിവോഹം, ആ മംഗളസ്വരൂപത്തെ തന്നെ ഭാവന ചെയ്ത് അതിൽ തന്നെ നിരന്തര ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ സാധിക്കും. വേറൊരു ചിന്തയും നിങ്ങളെ അലട്ടുകയില്ല, വേറൊരു ചിന്തയും നിങ്ങൾക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ശ്രദ്ധാപൂർവം സന്തോഷത്തോടുകൂടി, ആരെങ്കിലും പറയുന്നത് കേട്ട് നിർബന്ധപൂർവം ചെയ്യേണ്ട കാര്യമല്ല ഇത്. നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുകയാണെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ഉറയ്ക്കുന്നുണ്ടെങ്കിൽ, അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. യോ യശ്രദ്ധ സ ഏവ സഹ. കഴിഞ്ഞ ആഴ്ച എടുത്ത മന്ത്രം വിശ്വാദികത്രയം യസ്മിൻ പരമാത്മനി സത്യവത്. വിശ്വാദികത്രയം എന്താ? വിശ്വൻ ജാഗ്രത അവസ്ഥയിലെ അഭിമാനി, വിശ്വൻ സ്ഥൂല ശരീരാഭിമാനി, വിശ്വൻ തൈജസൻ സൂക്ഷ്മ ശരീരാഭിമാനി, പ്രാജ്ഞൻ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാഭിമാനി. അതാണ് വിശ്വാധികത്രയം. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, മൂന്നുപേരും അഭിമാനികളാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാഗ്രത അവസ്ഥയിലെ സ്ഥൂല ശരീരാഭിമാനിയായ വിശ്വനായിട്ടാണ് നിങ്ങളിരിക്കുന്നത്, വ്യഷ്ടിഭാവത്തിൽ. ഇതിൻ്റെ സമഷ്ടിഭാവം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടുവരുന്നതാണ് സമഷ്ടിഭാവം. അവിടെയുമുണ്ട് ഈ അഭിമാനി.
ഏതു പ്രകാരമാണോ വ്യഷ്ടിഭാവത്തിൽ വിശ്വ തൈജസ പ്രാജ്ഞാദികൾ ഉള്ളത്, അതുപോലെ സമഷ്ടിഭാവത്തിലും അഭിമാനികൾ ഉണ്ട്. അതാണ് അടുത്ത മന്ത്രത്തിൽ, അവസാനത്തെ മന്ത്രത്തിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എടുത്ത മന്ത്രം വിശ്വാദികത്രയം യസ്മിൻ പരമാത്മനി സത്യവത് സ ഏവ പരമാത്മാഹം വിശ്വാദിക വിലക്ഷണ. ഏതൊരു ചൈതന്യ സ്വരൂപത്തിലാണോ, ഏതൊരു പരമാത്മ സ്വരൂപത്തിലാണോ എന്നിലെ ഈ ശരീരത്തിൽ സ്ഥൂല ശരീരാഭിമാനിയായ വിശ്വനും സൂക്ഷ്മ ശരീരാഭിമാനിയായ തൈജസനും കാരണശരീരാഭിമാനിയായ പ്രാജ്ഞനും പ്രകാശിച്ചു നിൽക്കുന്നത്, ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് മനസ്സിലാക്കുക. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് തന്നിലെ താൻ. ഐ എം ദാറ്റ്. ഓരോരുത്തരും ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തണം, ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ മിത്രം. എന്താ ചെയ്യേണ്ടത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, വസുമതിയല്ല, ഔസേപ്പല്ല, ബഷീറല്ല, പിന്നെ നാമരൂപരഹിതമായ ആ ചൈതന്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി. എന്നെ എല്ലാത്തിലും കാണുന്നവൻ. എന്നെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച അഹം. അഹമാത്മാ. നിങ്ങൾ ഓരോരുത്തരും അത് തന്നെ പറയണം, അഹമാത്മാ. ആ ആത്മചൈതന്യമാണ് ഞാൻ. അത് പറയാനുള്ള കരക്കെട്ട് നിങ്ങൾ നേടിയെടുക്കണം, ആർജിച്ചെടുക്കണം. ഐ എം ദാറ്റ്. ഐ എം നോട്ട് ദിസ്. ഈ കുട്ടപ്പനോ കാമാക്ഷിയോ ഈ നാമരൂപധാരിയോ അല്ല ഞാൻ. ഏതൊന്നിലാണോ ഈ നാമരൂപധാരി പ്രകാശിച്ചു നിൽക്കുന്നത്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് ആരാണോ ഈ ജാഗ്രത അവസ്ഥയിൽ ശ്രദ്ധാപൂർവം യോജിക്കുന്നത്, യോജിപ്പിക്കുന്നത്, ദറ്റ് ഈസ് കാൾഡ് യോഗ. ആ ഭാവം ആരാണോ തന്നിൽ നിരന്തരമായിട്ട് നിലനിർത്തുന്നത്, മരണസമയത്തും ആ ഭാവം ആരിലാണോ ഉള്ളത്, നിരന്തര വിചാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ? ഏതോ ഒരു സ്വാമിയുടെ ശരീരത്തിൽ നിന്ന് ഈ മന്ത്രം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നില്ലേ? ആരാണ്? സ്വാമി രാമതീർത്ഥൻ. സ്വാമി രാമതീർത്ഥൻ്റെ മുറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പൂരൻ സിംഗ് മുറിക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ മന്ത്രജപം കേൾക്കുന്നു. നോക്കിയപ്പോൾ രാമതീർത്ഥർ അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വേറെ ആരെങ്കിലും മുറിക്കകത്തിരുന്ന് ജപിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആ പൂരൻ സിംഗ് മുറിക്കകത്ത് കയറി എല്ലാ മുറികളിലും കയറി നോക്കി, ബാത്റൂമിലും ഒക്കെ ചെന്ന് നോക്കി. വേറെ ആരുമില്ല, പക്ഷേ മന്ത്രജപം കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം രാമതീർത്ഥരുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ മന്ത്രജപത്തിൻ്റെ ശക്തി കൂടി വരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ മന്ത്രജപം മുഴങ്ങുന്നത്. അജപഭാവത്തിൽ ആ മന്ത്രജപം അദ്ദേഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്താണ്?
അതിനു മുൻപ് അദ്ദേഹം നിരന്തര വിചാരത്തിലൂടെ, നിരന്തര ശ്രമത്തിലൂടെ വാചികമായിട്ട് ആ മന്ത്രം ജപിച്ച് അതിൽ ശ്രദ്ധയുണ്ടായി, ശ്രദ്ധ നേടി, ഉറപ്പ് നേടി. അതുപോലെ ഉറപ്പ് നേടണം. ഈ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും മരണസമയത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഒരുത്തരും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവില്ല. ഈ അറിവ് മാത്രമായിരിക്കും നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നത്. ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് മോക്ഷമാർഗം നിങ്ങൾക്ക് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ കിട്ടിയിരിക്കുകയാണ്. കരതലാമലകം പോലെ, കരതലത്തിലിരിക്കുന്ന ആമലകം നെല്ലിക്ക പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. വേണമെങ്കിൽ ശാപ്പിട്ടോളൂ. ഒക്കുമെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ വീതിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ പുണ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഏറ്റവും വലിയ ദാനം, അറിവാകുന്ന ദാനം. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് വിദ്യാദാനം. ഇത് ആത്മവിദ്യ. ഇതിനപ്പുറം മറ്റൊരു വിദ്യയില്ല. ആധ്യാത്മികതയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏകമായ വിദ്യ ഇത് മാത്രം. അത് നിങ്ങൾക്ക് കരഗതമായി കഴിഞ്ഞു. ഇനി അത് നടപ്പിൽ വരുത്തേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. ആവശ്യക്കാർക്ക് അതാകാം. ഇനി അവസാനത്തെ മന്ത്രം, കഴിഞ്ഞ മന്ത്രം വിശ്വാദികത്രയം യസ്മിൻ പരമാത്മനി സത്യവത് സ ഏവ പരമാത്മാ അഹം. ആ പരമാത്മ ചൈതന്യം അഹം, അതാണ് ഞാൻ. ഏത്? വിശ്വാദിക വിലക്ഷണ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇവരിൽ നിന്നൊക്കെ അന്യമായിട്ടുള്ള ഏതൊന്നിലാണോ ഇതൊക്കെ ഉള്ളതുപോലെ കാണപ്പെട്ടത്, എന്നിലുള്ള എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ ശിവോഹം ശിവോഹം ശിവം, ആ മംഗളസ്വരൂപം, ഐ എം ദാറ്റ്, ശിവോഹം 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 എന്ന് പറയുമ്പോൾ ഈ അറിവാകുന്ന ഭാവം മുഴുവനും നിങ്ങളിൽ പ്രകാശിച്ചു നിൽക്കണം. വേറൊന്നും വേണ്ട. ശിവോഹം എന്ന് പറയുമ്പോൾ ഈ അറിവ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലി ആ അറിവിൻ്റെ ഭാവത്തെ നിങ്ങളിൽ ആരാണോ ബലപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ ധനമായിട്ട് മാറും. നിങ്ങളുടെ അവസാനത്ത് ഏറ്റവും വലിയ ധനമായിട്ട് മാറും. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇനി അവസാനത്തെ മന്ത്രം വിരാടാദിത്രയം ഭാതി യസ്മിൻ സാക്ഷിണി സത്യവത്. വിരാടാദിത്രയം, നേരത്തെ പറഞ്ഞത് വിശ്വാദികത്രയം, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, അത് വ്യഷ്ടിഭാവത്തിലുള്ള ശരീരാഭിമാനികൾ. ഇനി സമഷ്ടിഭാവത്തിലുള്ള അഭിമാനി. ആ സമഷ്ടിഭാവമെന്ന് പറഞ്ഞാൽ എന്താ? വ്യഷ്ടിഭാവമെന്ന് പറയുന്നത് ഒരു തെങ്ങ് വ്യഷ്ടി, ഒരു തെങ്ങിൻ തോപ്പ് സമഷ്ടി, ഒരു സ്റ്റേറ്റ് വ്യഷ്ടി, എല്ലാ സ്റ്റേറ്റും കൂടെ ചേർന്ന് സമഷ്ടി. അതാണ് വ്യഷ്ടി സമഷ്ടി വ്യത്യാസങ്ങൾ. സമഷ്ടിഭാവത്തിലുള്ള വിരാടാദിത്രയം. വ്യഷ്ടിഭാവത്തിലെ അഭിമാനികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താ? വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. അതുപോലെ സമഷ്ടിഭാവത്തിലെ അഭിമാനികളെക്കുറിച്ചാണ് പറയുന്നത് വിരാടാദിത്രയം. വിരാട് പുരുഷൻ,
ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഈ 3 പേരാണ് സമഷ്ടിഭാവത്തിലുള്ള ആ അഭിമാനികളുടെ നാമം. വ്യഷ്ടിഭാവത്തിലെ അഭിമാനികളുടെ നാമം വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. സമഷ്ടിഭാവത്തിലുള്ള അഭിമാനികളുടെ പേര് വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ താങ്ങി നിൽക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിൽക്കുന്നവൻ വിരാട് പുരുഷൻ. വിരാടാദിത്രയം യസ്മിൻ ഭാതി യസ്മിൻ സത്യവത്. വിരാടാദിത്രയം ഭാതി യസ്മിൻ സാക്ഷിണി സത്യവത്. ഇതിൽ സാക്ഷിണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചൈതന്യ സ്വരൂപം, ആ പരമാത്മ സ്വരൂപത്തെയാണ് സാക്ഷിണി എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷി സ്വരൂപമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ ഏതൊരു ചൈതന്യമാണോ ഉള്ളതായിട്ടുള്ളത് അതിലാണ് ഈ സമഷ്ടിഭാവത്തിലുള്ള വിരാട് പുരുഷനും ഹിരണ്യഗർഭനും ഈശ്വരനും പ്രകാശിച്ചു നിൽക്കുന്നത്. വ്യഷ്ടിഭാവത്തിലെ 3 ശരീരങ്ങളിൽ അഭിമാനികളായിട്ടുള്ള വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ ഏതു പ്രകാരമാണോ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളതായിട്ടുള്ളത് അതുപോലെ സമഷ്ടിഭാവത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ഭാവത്തിൽ, ആ പ്രാപഞ്ചിക ഭാവത്തിൽ, ആ സമഷ്ടിഭാവത്തിൽ ഉള്ള ജാഗ്രത അഭിമാനിയാണ് വിരാട് പുരുഷൻ. സ്വപ്നാഭിമാനിയാണ് സൂക്ഷ്മ ശരീരാഭിമാനി. പ്രപഞ്ചമാകുന്ന സ്ഥൂല ശരീരാഭിമാനിയാണ് വിരാട് പുരുഷൻ. സൂക്ഷ്മ ശരീരാഭിമാനിയാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശസ്വരൂപൻ, തേജോമയൻ. തൈജസനും അതുപോലെ തന്നെയാണ്, തേജോമയൻ. അതുകൊണ്ടാണ് തൈജസൻ എന്ന് പറയുന്നത്, തേജോമയൻ. അതുപോലെയാണ് ഹിരണ്യഗർഭൻ. കാരണശരീരാഭിമാനി ഈശ്വരൻ. അത് സമഷ്ടിഭാവത്തിലുള്ള ആ ഈശ്വര ചൈതന്യം. അല്ലാതെ അമ്പലങ്ങളിലൊക്കെ വിഗ്രഹത്തിൽ നോക്കി അതാണ് ഈശ്വരൻ എന്ന് പറയരുത്, അതല്ല ഈശ്വരൻ. പക്ഷേ ആ ഭാവത്തിലേക്ക്, നമ്മളിവിടെ പറയുന്ന ആ ഭാവത്തിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ആ ഈശ്വര സ്വരൂപങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തള്ളിക്കളയേണ്ടതല്ല. അറിവില്ലാത്ത ആളുകൾക്ക് ആ അറിവിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള പടികളാണ് വിഗ്രഹങ്ങൾ, അമ്പലങ്ങൾ എല്ലാം. അതിനെയൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ സമഷ്ടിഭാവത്തിലുള്ള സമഷ്ടി ശരീരാഭിമാനികൾ, സ്ഥൂല ശരീരാഭിമാനി വിരാട് പുരുഷൻ, സൂക്ഷ്മ ശരീരാഭിമാനി ഹിരണ്യഗർഭൻ, കാരണശരീരാഭിമാനി ഈശ്വരൻ. കാരണശരീരാഭിമാനി, അതിനെ നിങ്ങളുടെ ശരീരവുമായിട്ട് താതാത്മ്യപ്പെടുത്തി നോക്കിയാൽ വ്യഷ്ടിഭാവത്തിൽ, വ്യക്തിഭാവത്തിൽ സ്ഥൂല ശരീരാഭിമാനി വിശ്വൻ. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വിശ്വനായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥൂല ശരീരത്തിൽ അഭിമാനിയായിട്ട് ഇരിക്കുന്നവൻ വിശ്വൻ. അതുപോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന, എല്ലാമായിട്ടും ചേർന്നിരിക്കുന്ന ആ സമഷ്ടിഭാവത്തിലെ സ്ഥൂല ശരീരാഭിമാനി വിരാട് പുരുഷൻ. സൂക്ഷ്മ ശരീരാഭിമാനി ഹിരണ്യഗർഭൻ. കാരണശരീരാഭിമാനി ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് 3 സമഷ്ടിഭാവത്തെ കുറിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വിരാടാദിത്രയം ഭാതി യസ്മിൻ സത്യവത്.
യസ്മിൻ സാക്ഷിണി സത്യവത്. ഏതൊരു സാക്ഷി സ്വരൂപത്തിലാണോ ആ സാക്ഷി സ്വരൂപം ഏത്? പരബ്രഹ്മം, ആത്മചൈതന്യം. ഓരോ ശരീരോപാധിയിലിരിക്കുമ്പോൾ അതിന് ജീവാത്മാവ് എന്ന് പറയുന്നു. ഉപാധിരഹിത അവസ്ഥയിൽ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ജീവാത്മാവ്. ഉപാധി രഹിതമായ നിലയിൽ അത് ബ്രഹ്മം. ഉപനിഷത്തുകൾ പറയും, അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹം ഭാവം പരിത്യജ്യ. ഞാൻ ആ ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ ഉണർന്ന് അതുമായിട്ട് യോജിച്ചിരിക്കുന്നത്, അവനിലുള്ള എല്ലാം സുപ്താഹസ്തസ്ത പുഷ്പവത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കയ്യിലൊരു പൂവുണ്ടായിരുന്നു. ഉറക്കത്തിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയാണോ ആ പൂവ് തൻ്റെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്, അതുപോലെ ഏതൊരാളാണോ താൻ ആ ബ്രഹ്മസ്വരൂപമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് അതുമായിട്ട് യോജിക്കുന്നത്, അപ്പോൾ വ്യഷ്ടിഭാവത്തിലുള്ള വ്യക്തിഭാവത്തിലുള്ള അയാളുടെ സർവവും ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പൂവ് കൊഴിഞ്ഞു പോയതുപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പൂവ് നിലത്ത് വീഴുന്നത് പോലെ എല്ലാം ഒഴിഞ്ഞു പോകും. ഇതത്രയും കേട്ടാലും ഭഗവത്ഗീതയിൽ പറയുന്നു, 7-ാം അധ്യായത്തിൽ പറയുന്നു, ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പറയുന്നു, നാഹം പ്രകാശക സർവസ്യ. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, പ്രകാശിക്കുന്നില്ല, ഞാൻ വെളിപ്പെടുന്നില്ല. കൃഷ്ണൻ ഞാനെന്ന് പറയുമ്പോൾ എന്താ? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ആ ആത്മചൈതന്യം, ആ പരമാത്മ ചൈതന്യം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് ഇവിടെ പറയുന്നത്. നാഹം പ്രകാശക സർവസ്യ യോഗമായ സമാവൃത. മായയാൽ മൂടിയിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇതങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മൂഢോ അയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ഒരു കോട്ടവും പറ്റാതിരിക്കുന്ന എന്നെ ആളുകൾ തിരിച്ചറിയുന്നില്ല. മൂഢന്മാർ എന്നെ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മൂഢന്മാരുടെ വർഗത്തിലല്ല ഉള്ളത്. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞു. കേൾക്കാത്ത ആളുകളാണ് മൂഢന്മാർ. നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആ അറിവ് നിങ്ങളിൽ കൂടി കടന്നുപോയി. അത് നിങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനോട് എത്രമാത്രം ആഭിമുഖ്യമുണ്ട്, അതിനനുസരിച്ചാണ് അതിൻ്റെ സ്വാംശീകരണം. നിങ്ങളിൽ അത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഇച്ഛാനുസാരം. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യം ഉണ്ട് അതിൽ. ഇതിനന്യമായിട്ടുള്ള സർവ അറിവുകളും നശ്വരം. എല്ലാം, എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം നശ്വരം. ഏതൊരാളാണോ ഈ അറിവിനെ ഗ്രഹിച്ച് അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി, അതാണ് ഉദ്ധരേതാത്മനാത്മാനം. ആരാണോ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉണർത്തുന്നത്, അവൻ അതിനെ പ്രാപിക്കുക തന്നെ ചെയ്യും. ആർക്കാ ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഈ കേട്ട അറിവ് ഏതൊരാളാണോ തന്നിൽ അങ്ങോട്ട് ബോധിച്ച് മനസ്സിലായി, ഐ ആം ദാറ്റ്, അതാണ് ഞാൻ, നിരന്തര വിചാരത്തിലൂടെ സദാസമയവും
ഇല്ല ചുമ്മാ കുണ്ടണിയും കുശുമ്പും പറഞ്ഞ് സമയം ചെലവാക്കാതെ ഈ അറിവിനെ ആരാണോ തന്നിൽ നിരന്തര വിചാരത്തിലൂടെ അല്ലെങ്കിൽ ആ മന്ത്രജപത്തിലൂടെ, എന്താ മന്ത്രജപം? ശിവോഹം 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 എന്ന് പറയുമ്പോൾ ശിവം, ആ മംഗളസ്വരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മസ്വരൂപത്തെ നിങ്ങൾ കാണാതെ കാണണം. അല്ലേ? പ്രകാശം കാണുമ്പോൾ വൈദ്യുതിയെ കാണാതെ കാണുന്നത് പോലെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്ന അവസരത്തിൽ, ശിവോഹം എന്ന് പറയുന്ന അവസരത്തിൽ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന, എല്ലാവരിൽ കൂടിയും കടന്നു പോകുമ്പോഴും അവർ അറിയാതിരിക്കുന്ന, അല്ലേ? എല്ലാവരിൽ കൂടിയും കടന്നു പോകുമ്പോഴും അവർ അറിയാതിരിക്കുന്ന അതിനെ ഞാൻ അറിയുന്നു, ഐ എം ദാറ്റ്. ശിവോഹം എന്ന് പറയുമ്പോൾ ഞാൻ അറിയുന്നു എന്ന ബോധം നിങ്ങളിൽ പ്രകാശിക്കുമ്പോൾ ആ ബോധസ്വരൂപമായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങൾ സ്വയം ആ പ്രകാശ സ്വരൂപമായിട്ട് മാറുന്നു. പിന്നെ നിങ്ങളുടെ ജീവിതവും വീക്ഷണവുമൊക്കെ മറ്റൊരു തലത്തിലേക്ക് മാറും. ശ്രമിച്ചു നോക്കൂ. ഭഗവത്ഗീതയിലെ അക്ഷരബ്രഹ്മയോഗത്തിൽ 8-ാം അധ്യായത്തിലെ 14-ാമത്തെ മന്ത്രം പറയുന്നു, അനന്യഛേദാഃ യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യഛേദാഃ, ഈ കേട്ട കാര്യം ഏതൊരാളാണോ മറ്റൊരു ചിന്തയും കൂടാതെ സദാസമയവും ഐ എം ദാറ്റ്, ശിവോഹം 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 ശിവോഹം, അല്ലെങ്കിൽ സോഹം 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 എന്ന് പറയുമ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം തന്നിൽ കൂടിയും കടന്നു പോകുന്നു. അതാണ് യോഗി. തത് സൂത്രം ധാരയേത് യോഗി, തത് സൂത്രം ധാരയേത്. സൂത്രം ഏതാ? എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന സൂത്രേ മണിഗണ ഇവ. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിൽ അതില്ലെങ്കിൽ നിങ്ങളില്ല. നിങ്ങളുടെ ഉള്ളിൽ കൂടിയും ആ സൂത്രം കടന്നു പോകുന്നു. അതേ സൂത്രം തന്നെയാണ് റോഡിൽ കൂടി നടന്നു പോകുന്ന കൊടിച്ചിപ്പട്ടിയിൽ കൂടിയും കടന്നു പോകുന്നത്. നിങ്ങൾ അധമഭാവത്തിൽ കാണുന്ന വേശ്യകളിൽ കൂടിയും കടന്നു പോകുന്നത് ഇതേ സൂത്രം. എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന അതേ സൂത്രം. രാജാവിൽ കൂടിയായാലും ശരി, ഭിക്ഷക്കാരനിൽ കൂടിയായാലും ശരി, സ്വാമിയിൽ കൂടിയായാലും ശരി, പുരുഷനിൽ കൂടിയായാലും ശരി, സ്ത്രീയിൽ കൂടിയാണെങ്കിലും ശരി, പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം, അതാണ് തസ്യ അനന്യചേതാഃ യോ മാം സ്മരതി നിത്യശഃ. സദാസമയവും ഏതൊരാളാണോ തന്നിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രത്തെ, ആ ഈശ്വര ചൈതന്യത്തെ, ആ സച്ചിദാനന്ദ സ്വരൂപത്തെ, ആ പരബ്രഹ്മ സ്വരൂപത്തെ ഭാവന ചെയ്യുന്നത്, അതാണ് അനന്യചേതാഃ. മറ്റു വിഷയങ്ങളിലേക്കൊന്നും മനസ്സ് പോകാതെ ഇതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോ മാം സ്മരതി നിത്യശഃ, എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ തന്നെ ഏതൊരാളാണോ നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ. അങ്ങനെയുള്ള ആളിന് എന്നെ നിശ്ചയമായിട്ടും നിസ്സാരമായിട്ട് പ്രാപിക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ട്, ഒരു പാടുമില്ല. ഒന്നിൽ നിന്നും ഒഴിയണ്ട. നിങ്ങളെങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആ ജീവിതം തന്നെ തുടർന്നുകൊള്ളൂ. ഒന്നിൽ നിന്നും ഒഴിയണ്ട. പക്ഷേ ഈ ഭാവത്തിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കണം. ഈ ഭാവത്തോടുകൂടി, എന്താ ഭാവം? ഐ എം ദാറ്റ്.
എൻ്റെ ഉള്ളിൽ കൂടിയും സർവരുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ താൻ എന്ന ബോധം സദാ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ആധ്യാത്മികത. അല്ല താടി വെച്ചുകൊണ്ട് നടക്കുന്നതല്ല ആധ്യാത്മികത, കാഷായ വിട്ടുകൊണ്ട് നടക്കുന്നതല്ല ആധ്യാത്മികത. ഈ ഭാവം ആരാണോ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് ആധ്യാത്മികത. ഏത് സ്ത്രീക്കും ഏത് പുരുഷനും ഒരേപോലെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആരും സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ 13-ാമത്തെ മന്ത്രത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗയോഗം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സർവതഃ പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. ആ ചൈതന്യം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, ഏതൊരു ചൈതന്യത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്, ആ ചൈതന്യം എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ കണ്ണുകളും അതിൻ്റെയാണ്, എല്ലാ കാലുകളും അതിൻ്റെയാണ്, എല്ലാ കൈകളും അതിൻ്റെയാണ്. അതില്ലെങ്കിൽ ഒരുത്തനും കാലുമില്ല, കയ്യുമില്ല, കണ്ണുമില്ല, ശവം അല്ലേ? അതുണ്ടെങ്കിൽ അവൻ്റെ കണ്ണുകൾ അതിൻ്റെ കണ്ണുകളാണ്. അതുണ്ടെങ്കിൽ അവൻ്റെ കാലുകൾ അതിൻ്റെ കാലുകളാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് സർവതഃ പാണിപാദം. എല്ലാ കൈകളും, എല്ലാ സ്ഥലത്തും കൈകൾ, എല്ലാ സ്ഥലത്തും കണ്ണുകൾ, എല്ലാവരുടെയും കണ്ണുകൾ അതിൻ്റെ കണ്ണുകളാണ്, എല്ലാവരുടെയും കാലുകൾ അതിൻ്റെ കാലുകളാണ്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് സർവതഃ പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. എല്ലാത്തിനെയും വ്യാപിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കും. പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും കാട്ടിൽ കഴിക്കുന്ന കൃമി കീടാതെ നമ്മുടെ മരത്തിനകത്ത് കിടക്കുന്ന കൃമിയിലും ഇതുതന്നെ, എല്ലാത്തിലും. അതാണ് സർവതഃ പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം. അത് ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ വരുന്നതാണ്. അപ്പോൾ മറ്റൊന്നിലും മനസ്സ് പോകാതെ ഏകാഗ്ര ചിത്തത്തോടുകൂടി ഇനി ജന്മം ആവശ്യമില്ല, ഇനി ഒരു ശരീരത്തിൽ ജനിക്കേണ്ടതായിട്ടില്ല, ജനിമൃതികളിൽ നിന്ന് പൂർണ്ണമായിട്ട് മോക്ഷം നേടുക എന്ന മോക്ഷം, അതാണ് മോക്ഷം. ജനിമൃതികളിൽ നിന്നുള്ള പൂർണ്ണമായ വിരാമം. ഇനി ജനിക്കരുത്. ജനിക്കരുത് എന്ന് പറയുമ്പോൾ മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ മരണമില്ലാത്ത ആ വസ്തുവുമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ യോജിപ്പിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. ആ യോഗയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ കിട്ടിയതുകൊണ്ട് അല്ലേ? വെറുതെ കിട്ടി. ടാറ്റായുടെ ശ്രമം കൊണ്ട് ഇവിടെ ഇങ്ങനൊരു സമ്പ്രദായമുണ്ടായി. 120 പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിഞ്ഞു. ഇത് വളരെ ദിവ്യമായ അറിവാണ്. ഈ സംസാര സാഗരത്തിൽ നിന്ന് മോക്ഷം നേടുന്നതിന് ദിവ്യമായ മന്ത്രമാണ്, സാധനമാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അത് പാഴാക്കി കളയരുത്. അതിൻ്റെ ഫലം നിങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണമായിട്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് ഭൃഗുഗീതയിലേക്ക് കിടക്കാം. മുരുക. ഓ